ഗൈസ്, അപ്പോൾ നമ്മൾ ചൈനീസ് വോക്കിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ച് തീർക്കാനായിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് ടൈമുണ്ട്. അതിനുള്ളിൽ കഴിച്ച് തീർക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ അത്രയും പൈസ ഞാൻ നിങ്ങൾക്ക് തരും. ഇനി കഴിച്ച് മിനിമം 500 രൂപക്കെങ്കിലും കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഇവിടുത്തെ ബില്ല് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ കഴിക്കുന്ന ഫുഡിൻ്റെയും എക്സ്ട്രാ ഒരു 500 കൂടി നമ്മൾ കൊടുക്കും ജയിച്ചാൽ. നമ്മൾ ആളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കണേണ്ട ബ്രോ. മലയാളി അല്ലേ? കണ്ടിട്ട് ചൈനീസ് ലുക്കൊക്കെ. അതെ, നമ്മളെ ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിനെന്താ ചെയ്യുന്ന അങ്ങാട് സിമ്പിൾ ചലഞ്ചാണ്. നമ്മുടെ ചൈനീസ് വോക്കിലല്ലേ. ഇവിടെ നിനക്ക് എത്ര രൂപ വേണമെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാം. നീ ഓർഡർ ചെയ്ത ഫുഡ് നിനക്ക് 15 രൂപ കഴിച്ച് തീർത്തു കഴിഞ്ഞാൽ നീ ഓർഡർ ചെയ്ത എത്ര രൂപക്കുള്ള ഫുഡാണോ ആ ഫുഡ് നിനക്ക് കഴിക്കുകയും ചെയ്യാം. അതിനുള്ള പൈസ നിനക്ക് കിട്ടുകയും ചെയ്യും. കഴിച്ചാ എന്നാ പിന്നെ കുഴപ്പമില്ല. ചാനലിന്റെ പേര് പോപ്പോയി എന്നാണ്. ചെയ്യുന്നുണ്ടാ? ചെയ്തോണ്ട് ആ അങ്ങനെ. ഓക്കെ, ശരി, കാണാം. ഓക്കെ ബ്രോ, ഒരു മിനിറ്റ്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? മലയാളി അല്ലേ? ആ, ഇവിടെ പറയാൻ പറ്റില്ല, അവിടെ ചോദിച്ചാടാ. നമ്മളെ ഒരു ഫുഡ് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു? ഫുഡ് ചലഞ്ച്. ഓക്കെ, അതായത് എത്ര രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യാം. ഇവിടെ 300 ഉണ്ട്, 400 ഉണ്ട്, 500, അങ്ങനെ ഇഷ്ടംപോലെ മെനൂസ് ഉണ്ട്. അതിൽ നിന്ന് ആ ഓർഡർ ചെയ്ത ഫുഡ് ബ്രോയ്ക്ക് കഴിക്കാനായിട്ട് 15 മിനിറ്റ് ടൈമുണ്ട്. ആ 15 മിനിറ്റ് കഴിച്ച് തീർക്കുവാണെങ്കിൽ ബ്രോ ഓർഡർ ചെയ്ത ഫുഡിൻ്റെ എമൗണ്ട് ബ്രോക്ക് കിട്ടും. ഇവിടുത്തെ ബില്ലും ഞാൻ കൊടുക്കും. ഓക്കെ, ഇനി 500 കഴിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചോ, ഇവിടുത്തെ ബില്ലും ബ്രോ കൊടുക്കണം. ഒരു ഇതായിട്ട് എടുത്താൽ മതി. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ? പോപ്പോയി എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ജയിക്കുവാണെങ്കിൽ ഒരു എക്സ്ട്രാ 500 കൂടി കിട്ടും. ഇല്ല, നമുക്ക് ഫുഡ് ചലഞ്ച് ചെയ്യാനായിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. പേരെന്തായിരുന്നു ഞാൻ ചോദിച്ചില്ല? ദിൽ. ഓക്കെ, കമോൺ. ഇതാണ് ഇവിടുത്തെ മെനു. നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് നിനക്ക് ഓർഡർ ചെയ്യാം. എല്ലാ ഫുഡും അവൈലബിൾ അല്ലേ? ഓക്കെ, ഇഷ്ടമുള്ള ഫുഡ് നിനക്ക് ഓർഡർ ചെയ്യാം. ആ ഫുഡ് നിനക്ക് കഴിച്ച് തീർക്കുകയും ചെയ്യാം. ഇതൊരു ഇതായിട്ട് എടുത്താൽ മതി കേട്ടോ. സ്പോർട്സ് ആ ഒരു മൂഡിൽ അങ്ങനെ എടുത്താൽ മതി. നല്ല പ്രശ്നമൊന്നുമില്ല, നീ കഴിക്കാണ്ട്. നമ്മൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഗ്രേവിയുടെ ചിക്കൻ 359 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നിനക്കില്ലേ? ആ, റൈസ് വിത്ത് ഗ്രേവി. യാ, ഓക്കെ, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം 359 രൂപയെ. ഇനി ഓർഡർ ചെയ്തു എന്തെങ്കിലും ഡ്രിങ്ക്സോ അങ്ങനെയൊക്കെ നീ ഓർഡർ ചെയ്തോ, അതൊക്കെ നിന്റെ ഇഷ്ടം. ഇപ്പം 359 എന്ന് പറയാൻ നേരത്ത് അത് പ്ലസ് ഇനി എത്ര രൂപ കൂടി വേണം? ഒരു 150 രൂപയുടെയും കൂടി ഒരെണ്ണം ഓർഡർ ചെയ്യും. ഇപ്പുറത്ത് കൊണ്ട് കേട്ടാ. ഓക്കെ, ഏതായിരുന്നു? ഓക്കെ, നമ്മൾ പിന്നെയും ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പെപ്സി. ഏതായിരുന്നു പെപ്സി? ഏതാ ഇത്? നോർമൽ. ഒരു നോർമൽ പെപ്സി 60. ഒരു സ്പ്രിംഗ് റോള് എത്ര? 79. ഓക്കെ, ഒരു പെപ്സിയും ഒരു സ്പ്രിംഗ് റോളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയും? കറക്റ്റ് നമ്മൾ എത്രയാണ്? 509 രൂപക്കുള്ള സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതായത് നീ ഇത് കഴിച്ച് തീർത്ത് കഴിഞ്ഞാലല്ലേ നിനക്ക് ഈ പറഞ്ഞ പൈസ നിനക്ക് കിട്ടുകയും ചെയ്യും, ഇത് കഴിക്കുകയും ചെയ്യാം. പൊളി. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നീ കഴിച്ചു തരുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ, നീ നമ്മുടെ ഫോളോവറും കൂടി ആയിരുന്നെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 500 രൂപ കൂടി കിട്ടും. ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്ക്. നമ്മൾ വേറെ 10,000 ഒക്കെ ചലഞ്ചുകൾ ചെയ്യുന്നതാ ഫോളോവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് തന്നെ. എത്ര നേരം എടുക്കും? ടൈം 10 മിനിറ്റ്സ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. കമോൺ. കൊണ്ട് ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു, ഇപ്പം എന്തായാലും ഫോളോ ചെയ്തിട്ടുണ്ടാ. 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഫുഡ് എത്തും. നമ്മൾ ഓർഡർ ചെയ്ത് ഇത് ആദ്യം ഇട്ടാൽ നമ്മളിപ്പോൾ എന്തായാലും ഈ പരിപാടി ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് നീയാ ചെയ്യുന്നത്. അതായത് എത്ര രൂപക്കാണെങ്കിൽ ഓർഡർ ചെയ്യാം. ഇത് കഴിക്കാനായിട്ട് നമുക്കൊരു ടൈമുണ്ട്. ആ ടൈമിനുള്ളിൽ കഴിച്ച് തീർക്കുക, പൈസ എടുത്ത് പോകും. സെറ്റ്. ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്ക്. അതാകുമ്പോൾ ഇപ്പം നമ്മൾ ചലഞ്ചൊക്കെ ചെയ്യാൻ നേരത്തെ അപ്പോൾ എക്സ്ട്രാ കിട്ടുന്ന പൈസ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്ക്. നെക്സ്റ്റ് നമുക്കൊരു മാക്ഡോണൾസോ KFCയോ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ? നമ്മ വീഡിയോ എടുത്തിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുത്തോ. കഴിച്ചോട്ടോടാ. സ്പൂണൊക്കെ വാങ്ങണം. അതെ, നമ്മ ഓർഡർ ചെയ്തേക്കുന്ന കൈ കഴുകാനുള്ള സ്ഥലം ഉണ്ടോ? ഹാൻഡ് വാഷ് ഏരിയ. വാവ്, സൂപ്പർ. ഇല്ല, കുഴപ്പമില്ലടാ, നമുക്ക് വെള്ളമൊക്കെ ജസ്റ്റ് ചെയ്യാം, സെറ്റാക്കാം നമുക്ക്. നമ്മ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ ഇവനോടെ കൊടുക്കുന്നു. ചലഞ്ച് നമ്മൾക്ക് 15 മിനിറ്റ് ടൈമുണ്ട്. യെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേവി ഉണ്ട്, ഒറ്റ ഡിഷാ. എടാ ഇത് തീരുവാടാ. സിമ്പിൾ ഓംപ്ലേറ്റ് മേലിലുണ്ട് കേട്ടാ. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്ന ഫുഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. 509 രൂപയ്ക്ക് ഇവൻ ഓർഡർ ചെയ്ത ഫുഡാണിത്. അതായത് ഇവനിത് വിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബില്ല് ഞാനിവിടെ കൊടുക്കുകയും ചെയ്യും. ഇവൻ ഈ 509 രൂപയും ഞാൻ കൊടുക്കും. ഇവൻ നമ്മുടെ ഫോളോവർ അല്ല, ഫോളോവർ ആയിരുന്നെങ്കിൽ
ഇത് ജയിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു 500 രൂപ കൂടി കിട്ടിയാനെ. ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കും. അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, ചെയ്തു. ഇനി നീ ഒന്നും നോക്കാനല്ല. എടാ നീ ഇതൊന്നും നോക്കണേട്ടാ, ആ സാധനം ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് കഴിച്ചോ. സ്പീഡി പോട്ടെ. കൈ വെച്ച് അങ്ങോട്ട് പിടിച്ചോ. ഈ സ്പൂൺ ഫോർക്കൊക്കെ വെച്ച് കഴിച്ചിട്ട് എത്താനാ ഒന്നും നോക്കാനല്ല. കൈ കഴുകാനുള്ള സോഴ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് തന്നേക്കാം. പോട്ടെ. സ്പീഡി പോട്ടെ. സ്ട്രിപ്പ് കഴിഞ്ഞ സെറ്റ്. 79 സ്ട്രിപ്പ് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടാ. ഓക്കെ, പെപ്സി പൊട്ടിച്ച് നോക്കണോ? നിങ്ങളെ ഇവൻ തീർക്കും. കുറച്ചായി കഴിഞ്ഞിട്ട് ഗ്രേവി ഒഴിച്ചാൽ മതിട്ടാടാ, അല്ലെങ്കിൽ ഒഴുകി പോകും പുറത്തുകൂടി. ഇങ്ങനെ താഴത്തേക്ക് വരൂടാ. നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ താഴത്തേക്ക് വരും. അതൊന്നും വിഷയമല്ല. നീ ധൈര്യമായിട്ട് കഴിച്ചോ, ആരും ഒന്നും പറയൂല. ധൈര്യമായിട്ട് കഴിച്ചോ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കൊണ്ടുവന്നു. ഞാൻ ആക്ച്വലി വെള്ളം ചോദിച്ചത് എന്തിനാണെന്നറിയോ? കൈ കഴുകാനൊന്നുമില്ലല്ലോ. അപ്പൊ ഇവൻ കൈ വെച്ചാ കഴിക്കുന്നത്. കൈ കഴുകാൻ വേണ്ടി വെള്ളമാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല വെച്ചോ, കുഴപ്പമില്ല. താങ്ക് യു. ഓക്കെ, എടാ സെറ്റാണ്ടാ. ഇവിടെ പൊളിക്കരൻ. ഇവിടെ ഇവൻ ഓർഡർ ചെയ്തേക്കുന്നത് സേഫ് സോൺ ആയിട്ടുള്ള 500 രൂപ. അതായത് നമ്മൾ പറഞ്ഞില്ലേ മിനിമം 500 രൂപക്കെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ മിനിമം 500 രൂപക്കുള്ളതേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഒരു 800 രൂപ ഓർഡർ ചെയ്ത് വേണമെങ്കിൽ 800 രൂപ കഴിക്കാം. പക്ഷെ ആ 800 രൂപ ഓർഡർ ചെയ്ത ഫുഡ് കഴിച്ച് തീർക്കണം. കഴിച്ച് തീർത്തില്ല എങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. മിനിമം 500 രൂപ കഴിക്കണമെന്നാണ് നമ്മൾ വെച്ചത്. അത് കാരണം കറക്റ്റ് 500 രൂപ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേക്കും ഇവിടെ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് ആ സമയത്ത് പറയാനായിട്ട് താങ്ക് യു ഞാൻ പറഞ്ഞായിരുന്നു. എന്നാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കട്ടാ. എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ അടുത്ത് പോരി. ചിലപ്പോൾ ചലഞ്ച് ചെയ്യാനാണെങ്കിലും ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഒരാളെ പിക്ക് ചെയ്ത് പോയി, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിലും സമയം 2 മിനിറ്റ് ലാഭിച്ച സമയം. 2 മിനിറ്റും 10 സെക്കൻഡും കൊണ്ട് ഈ ചലഞ്ച്, ഇതേപോലെ ചലഞ്ച് നെക്സ്റ്റ് എവിടെ വേണമെന്നല്ല, നെക്സ്റ്റ് ഏത് KFC വേണോ, മാക്ഡോണൾസ് വേണോ, ബർഗർ കിങ് വേണോ, പിസ്സ ഹട്ട് വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് കമന്റ് ചെയ്തോ. അതേപോലെ തന്നെ നമുക്ക് ചലഞ്ച് ചെയ്യാം. സമയം നമുക്കിവിടെ ഏകദേശം അടുപ്പിച്ചാണ് ടൈപ്പ് വീഡിയോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ടതേ ഉള്ളൂ വീഡിയോ. അപ്പൊ തന്നെ നമ്മൾ അടുത്ത വീഡിയോ എടുത്തിട്ടുണ്ട്. സമയം നമുക്ക് ഏകദേശം 2.5 മിനിറ്റ് ആയിട്ടുണ്ട്. 2.5 മിനിറ്റ് ആയതുകൊണ്ട് ചലഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നൂഡിൽസ് ആയതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആവുന്നുണ്ടല്ലേ കഴിക്കാൻ. കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ച് നോക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? കഴിച്ചോടാ, അതൊന്നും കുഴപ്പമില്ല. നിനക്ക് സമയമുണ്ട്, ഒരു കാര്യം കണ്ട 3 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി ഓൾമോസ്റ്റ് നമുക്ക് 12 മിനിറ്റ് ആണ്. 12 മിനിറ്റ്. അങ്ങനെ സാധനം എങ്ങനെയുണ്ട്? എടാ ഇറക്കാനായിട്ടേ ഈ സാധനം വേണമെങ്കിൽ അടിച്ചോട്ടാ. എന്നാ സിപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി അങ്ങോട്ട് പൊക്കോളും. പെപ്സിയൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്തായാലും ബില്ലിന്റെ കൂട്ടത്തിലുള്ളതാ, അത് കാരണം കുഴപ്പമില്ല. മൂന്ന് മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട്. സമയം ഉണ്ടോ? ലാബിഷ് ടൈം. പക്ഷെ ഈ ഗ്രേവിയും കൂടി തീരണവേ, അതാണ്. തീരണമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒഴിച്ചാൽ തീർന്നോളൂ, സിമ്പിളായിട്ട് തീരും. സെറ്റ് ഗ്രേവി കൂടി ഒഴിച്ചിട്ടുണ്ട്. സൂപ്പർ. സമയം നമുക്ക് ഓൾമോസ്റ്റ് 4 മിനിറ്റ് ആകാൻ പോകുന്നു. അതിനർത്ഥം നമുക്കിനി 11 മിനിറ്റ് ഉണ്ട്. ശരിക്കും നൂഡിൽസ് ആക്ച്വലി ഇവിടുന്ന് ചൈനീസ് ഫുഡൊക്കെ ആക്ച്വലി നമ്മൾ സ്പൂണ് ഫോർക്കൊക്കെ വെച്ചാണ് കഴിക്കണ്ടേ. പക്ഷെ നമ്മൾ ചലഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ സ്പൂണ് ഫോർക്കൊന്നും വർക്കാവൂല. അപ്പം അത് കാരണം കൈ വെച്ച് തന്നെ കഴിക്കുന്നുണ്ട് നമ്മൾ. സമയം ഏകദേശം നമുക്ക് 4 മിനിറ്റും 11 സെക്കൻഡും ആയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് ഒരു വിശന്ന് വന്നിരുന്നു തോന്നുന്നല്ലേ. എനിക്ക് അങ്ങനത്തെ ആൾക്കാരെ വേണ്ടേ. അതാകുമ്പോൾ നല്ല സ്പോർട്സ് സ്പിരിറ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട്. പെപ്സി ഓക്കെ. സമയം നമുക്ക് ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആകാൻ പോണേല്ലോ കേട്ടോ. പക്ഷെ ആദ്യത്തെ ടാസ്ക് പോലെ അല്ല, കുറച്ചങ്ങാട് ചെന്നപ്പോഴേക്കും ഇച്ചിരി ടാസ്കായി. ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട് കഴിക്കാനായിട്ട്. സംഭവം നൂഡിൽസ് അങ്ങനെ എടുത്തിട്ട് തീരണില്ലല്ലോ. അതിൻ്റെ അകത്തുനിന്ന് ബൗളിൽ നിന്ന് തീരണില്ല. നമ്മൾ എടുത്തേക്കണതല്ലേ ലാർജ് ആണെന്ന് പറഞ്ഞാൽ എടുത്തേക്കണത്. കുറച്ച് കൂട്ടിയിട്ടേക്കണേ. തീരണില്ല, അങ്ങനെ എടുത്തിട്ട് തീരണില്ല. സമയം ഓൾമോസ്റ്റ് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അവൻ ഓർഡർ ചെയ്ത ഫുഡ് അവൻ തീർക്കുന്നു. 5 മിനിറ്റ്, സിമ്പിൾ. കഴിച്ചിട്ട് തീരുന്നില്ല അത്ര പെട്ടെന്ന്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സമയം ഓൾമോസ്റ്റ് 6 മിനിറ്റ്. ഇനി 9 മിനിറ്റ് ആണ് ഇവന് മുന്നിൽ അവശേഷിക്കുന്ന ടൈം. സംഭവം പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും 9 മിനിറ്റ് ആയിട്ടാ. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 9 മിനിറ്റ്, സോറി 6 മിനിറ്റ് ആയി. ഇനി 9 മിനിറ്റ് ഉണ്ട്. അങ്ങനെ
നമ്മ ഇവിടെ ഏകദേശം MG റോഡിലാണ്. ഇവിടെ MG റോഡ് ഇവിടെ നമ്മുടെ രവിപുരത്താണ്. കുറെ നേരം നമ്മൾ നിന്നിട്ടാണ്, അങ്ങനെ ആരെയും കണ്ടില്ലായിരുന്നു. ഏറ്റവും അവസാനമാണ് നമുക്ക് ചെക്കനെ കിട്ടിയത്. ഗ്രേവിയൊക്കെ എങ്ങനെയുണ്ടാ സാധനം? സാധനം കൊള്ളാല്ലേ? ഓക്കെ. സമയം ഏകദേശം 6:30 മിനിറ്റ്. സമയത്തിൻ്റെ ഒക്കെ ഒരു വില മനസ്സിലാവണമെങ്കിൽ ഇതേപോലത്തെ ചലഞ്ചൊക്കെ ചെയ്യണം കേട്ടോ. കാരണം സാധാരണ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്തോരം നേരമുണ്ട്. ഇതിപ്പോ ചലഞ്ച് തുടങ്ങി 15 മിനിറ്റ് ആകാൻ പടയെന്ന് പറഞ്ഞാൽ ആകാൻ പോകും ഇല്ലേ? സമയം നമുക്ക് ഓൾമോസ്റ്റ് 7 മിനിറ്റ് ആകാൻ പോകുന്നുണ്ട്. 8 മിനിറ്റ് അവശേഷിക്കുമ്പോൾ ചിക്കൻ ഇത്രയും ബാക്കിയുണ്ട്, അതും ഓൾമോസ്റ്റ് ഒരു പകുതി ബാക്കിയുണ്ട്. അമ്പോ സംഭവം ഉണ്ട് കേട്ടാ. വിഷമിച്ചട കൂട്ടാ പെപ്സി, വിഷമിച്ചാ അങ്ങനെ പറയല്ലേ കഴിക്ക്. ഇത് നൂഡിൽസ് കഴിച്ചിട്ട് തീരണില്ല. എന്താ അവസാനം കൂടെ തീരണ കുറച്ചുള്ളത് അങ്ങ് എത്തണില്ല താഴത്താണ് പടയപ്പാ. സമയം 7:30 മിനിറ്റ്. ടെൻഷൻ അടിപ്പിക്കണെന്ന് പറയും എല്ലാവരും. ഞാൻ പ്രോത്സാഹിപ്പിക്കണേ ആക്ച്വലി, കഴിച്ച് തീർക്കണ്ടേ. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കഴിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കണം. അവനെ തോപ്പിച്ച് കഴിഞ്ഞാൽ അവന് പൈസ കിട്ടൂല. അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണേ. നിങ്ങളാരും ഞാൻ ടൈം പറഞ്ഞ് അവന് ടെൻഷൻ ആക്കണേ എന്ന് പറയരുത്. പ്രോത്സാഹനം. ഓടുന്ന കുട്ടിക്ക് അപ്പ് 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 എന്ന് പറയുന്നത് ടെൻഷൻ അല്ല, പ്രോത്സാഹനം. കമോൺ, തീർന്നു. ഞാൻ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ടിട്ട് അവൻ തീർന്നു. എടാ ലാസ്റ്റ് ഇതില്ലേടാ, സ്പൂൺ വെച്ചിട്ട് ചിക്കൻ പീസ് ഒക്കെ എടുത്ത് കഴിക്കാം. അതാണ് വിചാരിച്ചത്. സിമ്പിളാണത്. അയ്യോ സമയം 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ തീർന്നല്ലേ? ഓൾമോസ്റ്റ്. വിശപ്പങ്ങാട് തീർന്നു. അപ്പോൾ ഇതാ നമ്മൾ അതിസാഹസികമായി ഇവിടെ തീർന്നു വരുന്നു. തീരും. സെറ്റട മോനെ, ഓംലേറ്റും കൂട്ടി അടിച്ച് തീർത്ത് മതി. ഇനി നമുക്ക് സൂപ്പിലേക്ക് പോകാം. സൂപ്പല്ലല്ലോ, ഗ്രേവിയിലേക്ക് പോകാം. തീർന്നു. ദിണ്ടിമത്തായി. ഇവിടെ നമുക്ക് നൂഡിൽസ് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്ത് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു. സ്ട്രിപ്പല്ലേ? സ്പ്രിംഗ് റോൾ ഉണ്ടായിരുന്നു, അത് തീർത്തിട്ടുണ്ട്. രണ്ടും ഇവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ട്, ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്രേവി ഉണ്ട്. അതും കൂടി തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചലഞ്ച് ഇവിടെ തീർത്തിരിക്കുന്നു. ചൂടാ നീ. പക്ഷെ മറ്റേ റൈസിന്റെ കൂട്ടത്തിൽ ഞാൻ അടിച്ചല്ല. നീ ആ മറ്റേ ഗ്രേവി കുടിക്കുമെന്നൊന്നും ഞാൻ പറയൂല. ചിക്കൻ തീർത്താൽ മതി. ഗ്രേവി ഇപ്പൊ നമ്മ എങ്ങനെ വെറുതെ വലിച്ച കുടിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല. ചിക്കൻ തീർത്താൽ മതി അല്ലേ ജോസക്കുട്ടി? 10 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ട് നിനക്കിനി. 5 മിനിറ്റ് കൊണ്ട് തീരുവിടാം ഇല്ലേ? വേണമെന്ന് വെച്ചാൽ നമുക്ക് തീർക്കാവുന്നേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് അതിൻ്റെ അകത്ത് ആകെ പഴയിനി സമയമൊക്കെ പോയാൽ ഓക്കെ. ഇനി അതിൻ്റെ അകത്തൊരു 3-4 പീസ് ചിക്കനും കൂടി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് ഇവിടെ നമ്മൾ തീർത്തിരിക്കുന്നു. ഒരു പീസ് ഞാൻ കഴിച്ച് സഹായിക്കാം നിന്നെ. ഇത് മേലൊക്കെ ഗ്രേവിയാ. ഒരു പീസ് നമ്മളിവിടെ കഴിച്ച് സഹായിച്ചിട്ടുണ്ട്. വലിയ ചുടുന്നുള്ള കച്ചോ ഇല്ല. വയലറ്റ് ഇട്ട് ചവച്ചു കൊടുത്താൽ മതി, തീരും. ഇവിടെ എനിക്ക് പെട്ടെന്ന് പൊള്ളുമോ നിനക്ക്? ചിലവർക്ക് അങ്ങനെയാ, പെട്ടെന്ന് പൊള്ളും. എനിക്കങ്ങനെ പെട്ടെന്നൊന്നും പൊള്ളൂല. എടാ സമയം നമുക്ക് ഓൾമോസ്റ്റ് 12 മിനിറ്റ് ആകാൻ പോകുന്നു. 12 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 3 മിനിറ്റ് പടയെന്ന് പറഞ്ഞ് തീരൂട്ടാ. സൂക്ഷിക്കണേ. തീർന്നോ? കുറച്ച് മയത്തിൽ കഴിച്ചിരുന്നെങ്കിൽ നീ തീരൂല്ലായിരുന്നല്ലേ? കുറച്ച് മയത്തിൽ ആളിച്ചിരി സ്ലോവിൽ സംഭവം വന്നപ്പോൾ ഞാനും ഓർത്ത് ഇത് 15 മിനിറ്റിനുള്ളിൽ തീരൂലെന്ന് ഓർത്തു. പക്ഷെ അല്ലല്ല, ഇവൻ ഇച്ചിരി സ്ലോ ആക്കിയിരുന്നെങ്കിൽ തീർന്ന്. ഇത് മറ്റേ കുറച്ച് ഗ്രേവി ഇതും കൂടിയുള്ളു, വെള്ളം പോലെയുള്ളു. ചിക്കൻ പീസ് ഫുള്ള് തീർത്തിട്ടുണ്ട്. നോക്കിക്കോ, ആർക്കോടെങ്കിലും നോക്കാം. ഞാനിടയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. പക്ഷെ തീർത്തിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ വെറുതെ ഗ്രേവി വലിച്ചു കുടിപ്പിക്കണത്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് തീർത്തിരിക്കുന്നു. സമയം നമുക്ക് കറക്റ്റ് 12 മിനിറ്റ് ആകാൻ പോകണ്ട. ഈ സമയം കൊണ്ട് അവൻ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിനക്ക് ഏടാ ദിൽ, അത് സംഭവം ദിൽ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ദിൽ കൊള്ളാല. അപ്പൊ ഇവൻ ഇവിടെ നമ്മ പറഞ്ഞ ടൈമിന് തന്നെ എനിക്കൊന്നും ഇച്ചിരി സ്ലോ ആയിരുന്നെങ്കിൽ നൂഡിൽസ് അങ്ങോട്ട് എടുത്തിട്ട് തീരണ്ടായിരുന്നു. ഒരു ഇച്ചിരി സ്ലോ ആയിരുന്നെങ്കിൽ ഇവനിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റൂലായിരുന്നു. പക്ഷേ ഇവൻ ഓർഡർ ചെയ്തത് 509 രൂപയുടെ ഫുഡാണ്. ആ 509 രൂപയുടെ ഫുഡ് കറക്റ്റ് 12 മിനിറ്റ് കൊണ്ട് ഇവനോട് കഴിച്ചു തീർത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് KFCയിൽ ഒരെണ്ണം പിടിച്ചു നോക്കാം. സെറ്റായിരിക്കും. KFCയിലോ മാക്ഡോണൾസിലോ നമുക്ക് ഒരെണ്ണം സെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോ ഇവന്റെ പൈസ നമുക്ക് നേരെ അയച്ചു കൊടുക്കാം. 509 രൂപ കേട്ടാ. പൈസ നമ്മ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പൈസ നമ്മ അയച്ചു കൊടുത്തിട്ടുണ്ട്. എടാ കിട്ടിയാ നോക്കി, 509 രൂപ അയച്ചിട്ടുണ്ട് നിനക്ക്. ഓ കിട്ടിയ മെസ്സേജ് ഓക്കെ, 509 രൂപ ഇവന് കിട്ടിയിട്ടുണ്ട്, നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മ ഫാസ്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്തടുത്ത വീഡിയോസ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് എല്ലാവർക്കും കൊടുത്തോ ബൈ. ഇങ്ങനെ ബൈ.